ഓക്കെ, ഇപ്പം നമുക്ക് ഇനി കാണേണ്ടത് ഹൗ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ഈസ് ഇഫക്റ്റീവ് വെൻ സ്മോൾ അമൗണ്ട്സ് ഓഫ് സോൾവെന്റ്സ് ആർ യൂസ്ഡ് a larger number of times to get effective extraction. അപ്പോൾ സപ്പോസ് നമ്മുടെ മുല്ലപ്പൂ നമ്മൾ പിന്നെ ഇടിച്ച് പിഴിഞ്ഞ് അരിച്ചെടുത്തപ്പോൾ 100 ml അക്വസ് സൊല്യൂഷൻ കിട്ടിയെന്ന് വിചാരിക്കും. അപ്പം അതിനകത്ത് നമ്മുടെ ആ മുല്ലപ്പൂവിൻ്റെ എസെൻഷ്യൽ ഓയിൽ A grams ഡിസോൾവ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പം അതിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ 100 ml ഈതർ തന്നിട്ടുണ്ട്. നമുക്ക് 100 ml ഈതർ തന്നിട്ടുണ്ട് ടു എക്സ്ട്രാക്ട് A grams ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഫ്രം 100 ml അക്വസ് സൊല്യൂഷൻ. സപ്പോസ് നമുക്ക് 2 ലെയറാണുള്ളത്. ഒന്ന് ഈതർ ലെയർ, അപ്പം നമുക്കതിനെ കോൺസെൻട്രേഷൻ ഇൻ ഈതർ ലെയർ C ഈതർ എന്നും C അക്വസ് എന്നും വിളിക്കാം. അപ്പോൾ കോൺസെൻട്രേഷൻ ഈതർ ലെയറിലുള്ളത് C ഈതർ എന്നും അക്വസിലുള്ളത് C അക്വസ് എന്നും വിളിച്ചാൽ സപ്പോസ് ദ ഡിസ്ട്രിബ്യൂഷൻ കോയിഫിഷ്യൻ K ഈസ് ഈക്വൽ ടു 2 ആണെന്ന് വിചാരിക്കുക. ഈതറിലും വാട്ടറിലും ഈ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കോയിഫിഷ്യൻ്റ് 2 ആണെന്ന് വിചാരിക്കാം. അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? 100 ml ഈതർ എടുത്തു, അത് മുഴുവനും നമ്മുടെ അക്വസ് സൊല്യൂഷനിലോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? നമുക്ക് 2 ലെയർ ഫോം ചെയ്യും. ഒരു ഈതർ ലെയറും ഉണ്ടാകും, ഒരു അക്വസ് ലെയറും ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം C ഈതർ ബൈ C അക്വസ് ഈസ് 2. അപ്പോൾ വാട്ട് ഈസ് C ഈതർ? C ഈതർ കണ്ടുപിടിക്കണമെങ്കിൽ സപ്പോസ് X grams ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് മൂവ്സ് ടു ഈതർ ലെയറിലേക്ക് X grams മൂവ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ വാട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ ഇൻ ഈതർ ലെയർ? X grams ഉണ്ട്. എത്ര ml ഉണ്ട്? 100 ml. അപ്പോൾ X/100 ആണ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർഗാനിക് കോമ്പൗണ്ട് ഇൻ ഈതർ ലെയർ. ഇനി X gram ഈതർ ലെയറിലുണ്ട്. അപ്പോൾ അക്വസ് ലെയറിൽ എത്രയുണ്ട്? അക്വസ് ലെയറിൽ ആദ്യം A grams ഉണ്ടായിരുന്നു. അതിൽ നിന്ന് X grams ഈതറിലോട്ട് പോയി. അപ്പം A minus X grams ഈസ് പ്രസൻറ്റ് ഇൻ അക്വസ് ലെയർ അല്ലേ? അക്വസ് ലെയറിൽ ഇനി ബാക്കിയുള്ളത് A minus X grams ആണ്. അപ്പോൾ വാട്ട് ഈസ് C അക്വസ്? C അക്വസ് ഈസ് ഈക്വൽ ടു A minus X ആണ് ഗ്രാംസ് ഉള്ളത്. എത്ര ml ഉണ്ട് അക്വസ് ലെയറിൽ? 100 ml. A minus X by 100. അപ്പോൾ വാട്ട് ഈസ് C ഈതർ ബൈ C അക്വസ്? അത് എങ്ങനെയായിരിക്കും? X/100 ആണ് ഈതറിലുള്ളത്. അക്വസ് ലെയറിലുള്ളത് A minus X by 100. അപ്പോൾ വാട്ട് ഈസ് ദാറ്റ് ഈക്വൽ ടു? 100 ഹാൻഡ്സ് ക്യാൻസൽ ആയിപ്പോയി. X/A minus X അല്ലേ? അപ്പോൾ വാട്ട് ഈസ് X/A minus X? നമ്മൾ ആദ്യം പറഞ്ഞു ഡിസ്ട്രിബ്യൂഷൻ കോയിഫിഷ്യൻ്റെ വാല്യൂ എത്രയാ? 2. അപ്പോൾ വാട്ട് ഈസ് X ഈക്വൽ ടു? X ഈസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 into A minus X. നമുക്ക് ബ്രാക്കറ്റ് മാറ്റാം. X ഈക്വൽ ടു 2A minus 2X. ഈ എക്സിൻ്റെ ടേംസ് ഒന്നിച്ച് കൊണ്ടുവന്നാൽ X പ്ലസ് ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരും പ്ലസ് ആവും. X plus 2X ഈസ് 2A. ദറ്റ് ഈസ് 3X ഈസ് ഈക്വൽ ടു 2A. അപ്പോൾ X എത്രയാണ്? 2/3A. അപ്പം നമ്മൾ 100 ml ഈതർ ലെയർ എടുത്തപ്പോൾ നമുക്ക് ഈതർ ലെയറിലോട്ട് 2/3A പുറത്തേക്ക് വന്നു. ആദ്യം ഉണ്ടായിരുന്ന A grams ആണ് ആക്ച്വലി അക്വസ് ലെയറിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ 2/3 നമുക്ക് ഈതർ ലെയറിലേക്ക് കിട്ടിയെന്ന് നമുക്ക് ഈ കാൽക്കുലേഷനിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി സപ്പോസ് ഇതാണ് നമ്മുടെ 100 ml ഈതർ 100 ml അക്വസ് സൊല്യൂഷൻ ഉണ്ടായിരുന്നു. സപ്പോസ് നമ്മൾ ഈ 100 ml ഈതറിനെ 250 ml ആക്കി മാറ്റിയെന്ന് വിചാരിക്കുക. ഈ 250 ml ഈതർ ഓരോന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പം ആദ്യം 50 ml ഈതർ എടുത്തു. സെയിം ഇത് 100 ml അക്വസ് സൊല്യൂഷൻ കണ്ടെയ്നിങ് A grams ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് നമ്മൾ 50 ml ഈതർ ആഡ് ചെയ്തു അല്ലേ? എന്നിട്ട് എന്ത് കിട്ടും? നമുക്കൊരു ഈതർ ലെയർ കിട്ടും. അപ്പം C ഈതർ കോൺസെൻട്രേഷൻ ഇൻ ഈതർ ലെയർ. സപ്പോസ് X1 grams ആണ്
ഈതർ ലെയറിലേക്ക് പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ വാട്ട് ഈസ് കോൺസെൻട്രേഷൻ ഇൻ ഈതർ ലെയർ? x1/100 ഉണ്ടോ? ഇല്ല, നമുക്കിപ്പോൾ 50 ഉള്ളൂ. അപ്പോൾ x1/50 ആണ് കോൺസെൻട്രേഷൻ ഇൻ ഈതർ ലെയർ. അപ്പോൾ ഈതറിലേക്ക് x1 വന്നെങ്കിൽ ബാക്കി എന്തുണ്ട് അക്വസ് ലെയറിൽ? a-x1 ആണ് അക്വസ് ലെയറിലുള്ളത്. വാട്ട് ഈസ് കോൺസെൻട്രേഷൻ ഇൻ അക്വസ് ലെയർ? ദാറ്റ് ഈസ് a-x1 ഇതിപ്പോഴും 100 തന്നെയുണ്ട്. a-x1/100. വാട്ട് ഈസ് c ഈതർ ബൈ c അക്വസ്? നമുക്ക് നേരത്തെ പോലെ എഴുതിയാൽ x1/50 ഡിവൈഡഡ് ബൈ a-x1/100 അല്ലേ? അപ്പം ഇതിനെ ഞാനൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയാൽ this becomes x1/50 into 100/a-x1. അങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഡിവിഷൻ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന്നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ 50 1 times, ഇവിടെ 2 times. അപ്പോൾ that means we have 2x1/a-x1 c either by c equals. ഇത് എത്രയാണെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്? പാർട്ടീഷൻ കോയിഫിഷ്യന്റ് 2 ആണ്. അപ്പോൾ ഇപ്പോഴും 2x1/a-x1 is 2. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ 2x1 is equal to 2 into a-x1. ഇനി ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. 2a minus 2x1 is 2x1. അപ്പോൾ ഇത് x1ന്റെ ടേംസ് ഒന്നിച്ചു കൊണ്ടുവന്ന 2x1 plus 2x1 is equal to 2a. or 4x1 is equal to 2a. അപ്പോൾ what is x1? x1 is 2/4a എന്ന് വെച്ചാൽ half of a. അപ്പം നമ്മൾ 50 ml ഈതർ യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഹാഫ് a പുറത്തേക്ക് വന്നു. തീർന്നോ? കഴിഞ്ഞിട്ടില്ല. എന്താ കാര്യം? നമ്മൾ ഹാഫ് a പുറത്തേക്ക് കൊണ്ടുവന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ ഇനിയും 50 ml ഈതറും കൂടി ഉണ്ട്. അപ്പോൾ ഈ 100 ml അക്വസ് സൊല്യൂഷനിൽ നിന്ന് ഇപ്പം ഇത് ഹാഫ് എ ആയിട്ട് മാറിയ ഒരു സൊല്യൂഷൻ നമുക്ക് ഉണ്ട് അല്ലേ? ഹാഫ് എ ഗ്രാംസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻ 100 ml ഇവിടെ നമുക്ക് കിട്ടി. പുതിയ ഒരു ലിക്വിഡ്. ഞാൻ കളർ കുറച്ച് വരച്ചേക്കുന്ന കണ്ടില്ലേ? ഇതിനകത്ത് ഇത്രയും ഉണ്ടായിരുന്നു. ഇപ്പം ആ സൊല്യൂട്ട് പോയി കഴിഞ്ഞപ്പം കുറച്ച് കളർ മാറി. ഇനി നമ്മൾ ആ ബാക്കിയുള്ള 50 ml ഈതറില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പം ഈ കേസിൽ വാട്ട് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് ഈതർ ലെയർ? സപ്പോസ് x2 ഗ്രാംസ് വീണ്ടും ഈതർ ലെയറിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക. അപ്പം x2/50. വാട്ട് ഈസ് കോൺസെൻട്രേഷൻ ഇൻ അക്വസ് ലെയർ? ഇപ്പം ഹാഫ് എ ആണ് ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് x2 പോയി, ടോട്ടൽ വോളിയം 100. കോൺസെൻട്രേഷൻ ഓഫ് അക്വസ് ലെയർ ഈസ് concentration in aqueous layer is half a minus x2 divided by 100. പിന്നെ നേരത്തെ പോലെ c either by c aqueous എത്രയാണ്? that is equal to x2/50 divided by half a minus x2 divided by 100. അത് ഞാൻ റെസിപ്രോക്കൽ എഴുതാം. into 100 divided by half a minus x2. ഓക്കെ, അപ്പോൾ ഇത് 1, ഇത് 2 ടൈംസ്. അപ്പം നമുക്കിത് കിട്ടും 2x2/half a minus x2. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 2. അപ്പം ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ 2x2 is equal to 2 into half a minus x2. that is equal to the 2 into half a എന്ന് പറഞ്ഞാൽ a minus 2x2. 2x2 is equal to a minus 2x2. അപ്പോൾ 2x2 plus 2x2 is equal to a, or 4x2 is equal to a, or x2 is equal to 1/4a. അപ്പം നമുക്ക് x2 1/4. അപ്പം നിങ്ങൾ ചോദിക്കാം, അപ്പോൾ ഇപ്പോൾ കുറവല്ലേ കിട്ടിയിട്ടുള്ളൂ? നമുക്ക് ആദ്യത്തെ കേസിൽ 100 ml ഒന്നിച്ച് ഉപയോഗിച്ചപ്പോൾ നമുക്ക് 2/3a കിട്ടി. പക്ഷേ
രണ്ടാമത്തെ കേസിൽ 2 പ്രാവശ്യമായിട്ട് ഉപയോഗിച്ചപ്പോൾ x1 എന്ന് പറയുന്നത് ഹാഫ് എയും x2 എന്ന് പറയുന്നത് എത്ര കിട്ടി 1/4 എയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഇസ് ദ ടോട്ടൽ amount that we have extracted? x1 plus x2, that is half a plus 1/4a. What is that equal to? 3/4a. മുക്കാല്, അരയും കാലും കൂടെ ചേരുമ്പോൾ മുക്കാല്. അപ്പം നമുക്ക് 2 പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ 3/4a കിട്ടി. പക്ഷേ ഒരു പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ എത്ര കിട്ടിയുള്ളൂ? 2/3a കിട്ടിയുള്ളൂ. 2/3 a വന്നുള്ളൂ. പക്ഷേ 2 പ്രാവശ്യമായിട്ട് അതേ ഈതർ ഉപയോഗിച്ചപ്പോൾ നമുക്ക് 3/4 മുക്കാൽ ഭാഗവും പുറത്തേക്ക് വന്നു. ഇനി സപ്പോസ് നമ്മളിത് ഇനിയും പിന്നെ 4 25 ml പോർഷൻസ് ആക്കിയിട്ട് എക്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 80% വരെ കിട്ടും. ഇത് 2/3 എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ്? 2/3 എന്ന് പറഞ്ഞാൽ 2/3 എന്ന് പറയുമ്പം 66% ആണ് പുറത്തേക്ക് വന്നത്. ഇതിപ്പോൾ 75% പുറത്തേക്ക് വന്നു. ഇനി 25 ml 4 പോർഷനാക്കി നമ്മളിത് ചെയ്യുവാണെങ്കിൽ നമുക്ക് 80% പുറത്തേക്ക് വരും. അത് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. 80% വരെ കിട്ടും. അപ്പം നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് ചെറിയ വോളിയം സോൾവെന്റ് ഉപയോഗിച്ച് കൂടുതൽ പ്രാവശ്യം എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം എക്സ്ട്രാക്ഷൻ കിട്ടും. അപ്പം ഇതാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ലോ ടു സോൾവെന്റ് എക്സ്ട്രാക്ഷൻ. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ്റെ ആപ്ലിക്കേഷൻ, സോറി അങ്ങനെയല്ല, ഡിസ്ട്രിബ്യൂഷൻ ലോയുടെ ആപ്ലിക്കേഷൻ ടു സോൾവെന്റ് എക്സ്ട്രാക്ഷൻ. അപ്പോൾ ഇതോടെ നമ്മൾ ഈ യൂണിറ്റ് ഇവിടെ തീരുകയാണ്. അപ്പോൾ നമ്മൾ പാർഷ്യലി മിസിബിൾ ലിക്വിഡ്സ്, സോറി കംപ്ലീറ്റ്ലി മിസിബിൾ ലിക്വിഡ്സ് ആദ്യം കണ്ടു, പിന്നെ പാർഷ്യലി മിസിബിൾ ലിക്വിഡ്സ് കണ്ടു, ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇമ്മിസിബിൾ ലിക്വിഡ്സും കണ്ടു. അതോടെ നമ്മുടെ ഈ യൂണിറ്റ് ഇവിടെ തീരുവാണ്.